നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊട്ടാര സമാനമായ ബംഗ്ലാവ്. അവിടെയാണ് ആകാശ് താമസിക്കുന്നത്. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ രാജാവിനെ പോലെയുള്ള പരിഗണനയാണ് അവന് ലഭിക്കുന്നത്. അവന്റെ ഒരു വിരലനക്കത്തിന് കാത്തു നിൽക്കുന്ന 10ഓളം സഹായികൾ ആ വീട്ടിലുണ്ട്. തന്റെ വിശാലമായ ജിമ്മിലെ വർക്കൌട്ടിന് ശേഷം വില കൂടിയ ഇറ്റാലിയൻ മാർബിൾ പതിപ്പിച്ച ഡൈനിങ് ഹാളിൽ അവൻ പ്രഭാത ഭക്ഷണത്തിനിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച രുചികൾ അവന് മുന്നിൽ നിരക്കും. പട്ടുതുണികൾ പോലെ മൃദുവായ വസ്ത്രങ്ങളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ചുകളുടെയും പെർഫ്യൂമുകളുടെയും വലിയൊരു ശേഖരവും അവനുണ്ട്. മുറ്റത്ത് നോക്കിയാൽ കാണുന്നത് വെറുമൊരു വാഹനങ്ങളല്ല, മറിച്ച് റോൾസ് റോയ്സ്, ലംബോർഗിനി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളുടെ നിരയാണ്. പുറത്തിറങ്ങുമ്പോൾ തനിക്ക് സുരക്ഷ നൽകാൻ അംഗരക്ഷകർ സദാ സജ്ജരായിരിക്കും. ഒരു സ്വപ്നത്തിലെന്ന പോലെ തോന്നിക്കുന്ന ഈ ജീവിതം ആകാശിനെ സംബന്ധിച്ച് വെറുമൊരു സാധാരണ ദിവസമാണ്. പണത്തിന്റെ പ്രതാപവും അധികാരത്തിന്റെ ഗമയും അവന്റെ ചുറ്റിലും എപ്പോഴും നിഴലിച്ചു നിന്നിരുന്നു. പണം വാരിക്കോരി ചിലവാക്കുന്ന ആകാശിന് ചുറ്റും എപ്പോഴും ഒരു സുഹൃത്ത് സംഘം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആരും അവന്റെ നന്മ ആഗ്രഹിക്കുന്നവരായിരുന്നില്ല. ആകാശിന്റെ പണത്തിലും അവൻ നടത്തുന്ന വലിയ പാർട്ടികളിലുമായിരുന്നു അവരുടെ കണ്ണ്. പകൽ സമയങ്ങളിൽ വില കൂടിയ സ്പോർട്സ് കാറുകളിൽ നഗരം ചുറ്റുന്ന ആകാശും കൂട്ടുകാരും ഒരു ശല്യമായി മാറിയിരുന്നു. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും സാധാരണക്കാരെ പരിഹസിച്ചും അവർ നഗരത്തിലൂടെ പാഞ്ഞു. രാത്രിയായാൽ നഗരത്തിലെ ഏറ്റവും വലിയ പബ്ബുകളിലും ക്ലബ്ബുകളിലുമായിരുന്നു അവരുടെ ആഘോഷം. മദ്യവും ആഡംബരവും നിറഞ്ഞ ആ രാത്രികളിൽ ലക്ഷങ്ങളാണ് ആകാശ് പൊടിച്ചിരുന്നത്. അവന്റെ കൂട്ടുകാർ അവനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ആ പുകഴ്ത്തലുകൾ മയങ്ങി ആകാശ് കൂടുതൽ തെറ്റുകളിലേക്ക് വീണു. പഠനത്തിലോ ബിസിനസ്സിലോ ശ്രദ്ധിക്കാതെ മിക്കപ്പോഴും ലഹരിക്കും ചീത്ത കൂട്ടുകെട്ടുകൾക്കും അവൻ അടിമയായിരുന്നു. ഒരിക്കൽ പോലും അധ്വാനത്തിന്റെ വിലയറിയാത്ത, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാത്ത ഒരു പറ്റം യുവാക്കൾക്കിടയിൽ ആകാശ് തന്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. ആഡംബരക്കാരന്റെ സൈലൻസർ ഉയർത്തുന്ന ശബ്ദം പോലെ തന്നെ അവന്റെ അഹങ്കാരവും ആ ഗ്രാമത്തിലും നഗരത്തിലും മുഴങ്ങിക്കേട്ടു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഏറ്റവും മാന്യനായ വ്യക്തിത്വമാണ് ആകാശിന്റെ അച്ഛൻ രാജശേഖര മേനോൻ. ഇന്ന് കാണുന്ന ഈ ആഡംബരങ്ങളൊന്നും അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയതല്ല. വെറും ശൂന്യതയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ മനുഷ്യനാണ് അദ്ദേഹം. നാട്ടുകാർക്ക് രാജശേഖര മേനോൻ വെറുമൊരു പണക്കാരനല്ല, മറിച്ച് ആദരണീയനായ ഒരു മനുഷ്യസ്നേഹിയാണ്. കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്നാണ് അദ്ദേഹം തന്റെ ജീവിതം തുടങ്ങിയത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത കാലത്ത് കിലോമീറ്ററുകളോളം നടന്ന് ജോലി ചെയ്തും ഉറക്കമില്ലാത്ത രാത്രികളിൽ അധ്വാനിച്ചുമാണ് അദ്ദേഹം ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഓരോ രൂപയുടെയും മൂല്യം ചോര നീരാക്കി പണിയെടുത്ത അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഭാര്യയുടെ വേർപാടാണ്. ആകാശ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം ഒരുപോലെ നൽകിയാണ് അദ്ദേഹം ആകാശിനെ വളർത്തിയത്. മകന് ഒരു കുറവും വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. പക്ഷേ തന്റെ കഷ്ടപ്പാടുകൾ മകൻ അറിയരുത് എന്ന് കരുതി നൽകിയ അമിത സ്വാതന്ത്ര്യം ആകാശിനെ വഴിതെറ്റിച്ചു എന്നത് ആ അച്ഛനെ ഇന്നും വല്ലാതെ വേദനിപ്പിക്കുന്നു. താൻ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ പണം മകൻ ദുർമാർഗത്തിന് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം വിങ്ങുകയായിരുന്നു. അച്ചടക്കവും വിനയവുമുള്ള ഒരു നല്ല മനുഷ്യനായി തന്റെ മകൻ മാറണം എന്നതായിരുന്നു രാജശേഖര മേനോന്റെ ഒരേ ഒരു ആഗ്രഹം. രാജശേഖര മേനോൻ തന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ മറ്റാരേക്കാളും വിശ്വസിക്കുന്നത് തന്റെ ബാല്യകാല സുഹൃത്തായ മാധവനെയാണ്. രാജശേഖരൻ പട്ടിണി കിടന്ന കാലം മുതൽ കൂടെയുള്ള വ്യക്തിയാണ് അദ്ദേഹം. രാജശേഖര മേനോൻ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മാധവൻ അവിടേക്ക് കടന്നു വന്നത്. രാജശേഖര മേനോന്റെ മുഖത്തെ മ്ലാനത കണ്ടപ്പോൾ തന്നെ മാധവന് കാര്യം മനസ്സിലായി. പണമുണ്ടെങ്കിലും മനസ്സമാധാനമില്ലാത്ത തന്റെ സുഹൃത്തിന്റെ അവസ്ഥയിൽ മാധവനും ദുഃഖിതനായിരുന്നു. മേനോൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, മാധവ, നീ വന്നോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നീ അറിയുന്നുണ്ടല്ലോ ആകാശിന്റെ കാര്യങ്ങൾ. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവൻ കൈവിട്ടു പോയിരിക്കുന്നു. മദ്യവും ചീത്ത കൂട്ടുകെട്ടുകളും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണം അവനെ ഒരു മനുഷ്യനല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. രാജശേഖര, നീ വിഷമിക്കാതെ. പണം അധികമാകുമ്പോൾ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരു ആവേശമാണിത്. പക്ഷേ അവനിതൊരു അവകാശമായി കാണുന്നു. അധ്വാനത്തിന്റെ വില അവൻ അറിഞ്ഞിട്ടില്ല. ഇത് കേട്ട് രാജശേഖര മേനോൻ പറഞ്ഞു, അതാണ് എന്റെ തെറ്റ് മാധവ. അവന് ഒന്നും കുറയ്ക്കരുതെന്ന് കരുതി ഞാൻ എല്ലാം വാരിക്കോരി നൽകി. അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനെ ഇങ്ങനെ കാണേണ്ടി വരില്ലായിരുന്നു. ഇന്ന് പാവപ്പെട്ടവരെ പരിഹസിക്കാനും നിയമങ്ങൾ ലംഘിക്കാനും അവനൊരു മടിയുമില്ല. ഇനിയും ഞാനിത് കണ്ടുനിന്നാൽ എന്റെ മകനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. മാധവൻ മേനോനെ സമാധാനപ്പെടുത്തി. എങ്കിൽ നീ ഒരു കടുത്ത തീരുമാനമെടുക്കണം. അവനെ ജീവിതം പഠിപ്പിക്കണം. ഈ ആഡംബരങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തണം. 10 രൂപയുടെ മൂല്യം അവന് മനസ്സിലാക്കണം. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് മാധവ. ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവന് താങ്ങാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കമ്പനിയിൽ തന്നെ അവനെ ഒരു സാധാരണ ജോലിക്ക് വിടണം. അവന്റെ പേരോ പദവിയോ ആരും അറിയരുത്. വിശപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും വില അവൻ അവിടെ നിന്ന് പഠിക്കട്ടെ. മാധവൻ ആവേശത്തോടെ പറഞ്ഞു, അത് നല്ലൊരു തീരുമാനമാണ് രാജശേഖര. തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴേ മനുഷ്യൻ വളരൂ. നിന്റെ മകനെ പഴയ ആ ആകാശമായി തിരിച്ചു കിട്ടാൻ ഈ കഠിനമായ വഴി തന്നെ വേണം. ഞാൻ എന്തിനും നിന്റെ കൂടെയുണ്ട്.
ഈ സമയത്താണ് പുറത്തുപോയ ആകാശ് തിരിച്ചു വന്നത്. ആകാശ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാത്ത അച്ഛൻ്റെ ആ ഗൗരവം അവനെ അസ്വസ്ഥനാക്കി. ഇനി മുതൽ നിന്റെ ഈ ആഡംബര ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകില്ല. അടുത്ത മാസം മുതൽ നീ നമ്മുടെ കമ്പനിയിൽ ഒരു സാധാരണ ജീവനക്കാരനായി ജോലിക്ക് കയറണം. നിന്റെ പേരോ പദവിയോ ആരും അറിയാൻ പാടില്ല. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം നീ ജീവിക്കാൻ. അച്ഛൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാകാതെ ആകാശ് അന്തം വിട്ടുനിന്നു. പെട്ടെന്ന് അവൻ്റെ നോട്ടം അരികിലിരുന്ന മാധവനിലേക്ക് നീണ്ടു. തൻ്റെ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുപ്പിച്ചത് മാധവനാണെന്ന് അവൻ ഉറപ്പിച്ചു. അവൻ മാധവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു, ഓ, അപ്പോൾ ഇതാണല്ലേ പ്ലാൻ? എനിക്ക് മനസ്സിലായി. അച്ഛന് ഇങ്ങനെ ഒരു ബുദ്ധി തന്നത് നിങ്ങളാണ് അല്ലേ? എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ ഓരോ കുബുദ്ധികൾ അച്ഛൻ്റെ തലയിൽ കയറ്റിവെക്കുകയാണല്ലേ? ഇത് കേട്ട് മാധവൻ ഞെട്ടലോടെ പറഞ്ഞു, മോനെ, ഞാൻ... മാധവൻ്റെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആകാശ് പറഞ്ഞു, താൻ ഒന്നും പറയണ്ട. എൻ്റെ അച്ഛനെ എൻ്റെ ശത്രുവാക്കാൻ നോക്കുന്ന തൻ്റെ ഈ ഉപദേശം എനിക്ക് വേണ്ട. അച്ഛാ, ഈ ഇരിക്കുന്ന ആൾ പറയുന്നതാണ് ബുദ്ധിയെന്ന് കരുതി എന്നെ പൂട്ടാൻ നോക്കേണ്ട. രാജശേഖരമേനോൻ മേശപ്പുറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, നിർത്തടാ, ആരോടാണ് നീ സംസാരിക്കുന്നത്? ഇത് മാധവൻ തന്ന ബുദ്ധിയല്ല, ഒരച്ഛൻ എന്ന നിലയിൽ ഞാനെടുത്ത തീരുമാനമാണ്. മാധവനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കേണ്ട. ഇതനുസരിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ ഈ നിമിഷം നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാം. എൻ്റെ ഈ സ്വത്തിൽ നിന്നോ പണത്തിൽ നിന്നോ ഒരു രൂപ പോലും നിനക്ക് തരില്ല. ആകാശ് അവിടെയുണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞുടച്ചു. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്ക് പാഞ്ഞു. തൻ്റെ ആഡംബര കാർ സ്റ്റാർട്ട് ചെയ്ത് ടയറുകൾ നിലത്തുരസി പുകയുയർത്തിക്കൊണ്ട് അവൻ അകേറ്റ് കടന്ന് പാഞ്ഞുപോയി. ആകാശ് വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും തൻ്റെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. അച്ഛനുമായി വഴക്കിട്ടിറങ്ങി വന്ന ആകാശിന് ആകെയുള്ള ആശ്രയം തൻ്റെ കൂട്ടുകാരായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ അവൻ അവരോട് വിശദമായി പറഞ്ഞു. ഡേയ് ആകാശ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ അച്ഛൻ പണം തന്നില്ലെങ്കിൽ എന്താ? ഞങ്ങളില്ലേ നിനക്ക്. നീ കൂളായിട്ടിരിക്ക്, നമുക്ക് അടിച്ചു പൊളിക്കാം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആകാശിന് വലിയൊരു ആശ്വാസം തോന്നി. കുറച്ചുനേരം അവരുടെ കൂടെ ചിലവഴിച്ച ശേഷം മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ തിരക്കിനിടയിൽ തൻ്റെ ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ അവിടെ വെച്ച് മറന്നുപോയി. പാതി വഴിയിൽ വെച്ച് ഫോണില്ലെന്ന് മനസ്സിലാക്കിയ ആകാശ് വേഗത്തിൽ തിരിച്ചു നടന്നു. റൂമിന് പുറത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും തൻ്റെ കൂട്ടുകാരുടെ പൊട്ടിച്ചിരിയും സംസാരവുമാണ് അവൻ കേട്ടത്. അവൻ വാതിൽക്കൽ നിന്നു. ഇനി ആകാശിനെ എങ്ങനെ ഒഴിവാക്കും? അവൻ്റെ അച്ഛൻ്റെ പണം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കാശില്ലാത്ത ആകാശിനെ കൊണ്ട് നമുക്കിനി എന്ത് പ്രയോജനമായുള്ളത്? അതെ അതെ, ഇത്രയും കാലം അവൻ പണം ചിലവാക്കിയത് കൊണ്ട് നമ്മൾ കൂടെ നിന്നു. പണമില്ലാത്തവനെ ആർക്ക് വേണം? അവനൊരു ഭാരമാകുന്നതിന് മുൻപ് നമുക്കവനെ പതുക്കെ കട്ട് ചെയ്യണം. ഇത് കേട്ട് ആകാശ് മരവിച്ചു പോയി. താൻ ജീവന് തുല്യം സ്നേഹിച്ചവർ തൻ്റെ പണത്തെ മാത്രമാണ് സ്നേഹിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അകത്തേക്ക് കയറി അവരുമായി വലിയ രീതിയിൽ വഴക്കിട്ടു. പണമില്ലെങ്കിൽ നിനക്കൊന്നുമില്ലടാ എന്ന അവരുടെ പരിഹാസം കേട്ട് തകർന്നു പോയ അവൻ ആ രാത്രിയിൽ തെരുവിലേക്ക് ഇറങ്ങി. കയ്യിൽ പണമില്ല, കൂടെ നിൽക്കാൻ സുഹൃത്തുക്കളില്ല. താൻ പരിഹസിച്ചിരുന്ന സാധാരണക്കാരെ പോലെ അവൻ ഒരു വഴിയോരത്ത് തളർന്നിരുന്നു. താൻ വിശ്വസിച്ച സൗഹൃദങ്ങൾ വെറും പണത്തിനു വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് ആകാശിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോയ അവന് മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആകാശ് കണ്ണുകൾ ചിമ്മി നോക്കി. അതവൻ്റെ അച്ഛൻ രാജശേഖരമേനോനായിരുന്നു. തൻ്റെ മകൻ എവിടെ പോകുമെന്ന് ആ അച്ഛന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കിയത് ആ നിമിഷം തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നു. തകർന്നു പോയ മകനെ തിരക്കി ആ അച്ഛൻ അവിടെ എത്തി. കാറിൽ നിന്നിറങ്ങിയ അച്ഛൻ മകൻ്റെ അവസ്ഥ കണ്ട് വേദനിച്ചെങ്കിലും അത് പുറത്തു കാട്ടിയില്ല. ഞാൻ നിന്നെ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ ആഗ്രഹിച്ചവനല്ല. നിന്നെ ആ കൂട്ടുകാർ കൈവിടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവർ നിന്നെ സ്നേഹിച്ചത് നിന്റെ കീശയിലെ പണത്തെ മാത്രമാണ്. ആകാശ് വിങ്ങലോടെ പറഞ്ഞു. അച്ഛാ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ വിചാരിച്ചത് അവരൊക്കെ എൻ്റെ ജീവനാണെന്നായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞതായിരുന്നു സത്യം. എനിക്കിപ്പോൾ ആരുമില്ല. നിനക്ക് അച്ഛനുണ്ട്. പക്ഷേ നിന്റെ ഈ രീതി എനിക്ക് മാറ്റിയെടുക്കണം. നിനക്ക് ഇനിയും എന്നോടൊപ്പം വരാം, ആ വീട്ടിൽ തന്നെ കഴിയാം. പക്ഷേ എൻ്റെ പഴയ നിബന്ധനയിൽ മാറ്റമില്ല. നാളെ രാവിലെ നീ ആ ഓഫീസിൽ ഒരു സാധാരണ ക്ലീനിങ് സ്റ്റാഫായി ജോലിക്ക് കയറണം. അത് സമ്മതമാണെങ്കിൽ മാത്രം നിനക്ക് എൻ്റെ കൂടെ വരാം. ഒരു നിമിഷം ആകാശ് ആലോചിച്ചു. തൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ഈ തിരിച്ചടിയിൽ നിന്ന് അവനൊരു വലിയ പാഠം പഠിച്ചിരുന്നു. സമ്മതമാണച്ചാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ഞാൻ അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു മകനായി മാറാം. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ച് കാറിൽ കയറ്റി. ആഡംബര ലോകത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും അച്ഛൻ അവനെ കൊണ്ടുവിട്ടത് വീട്ടിലേക്കല്ല, മറിച്ച് നഗരത്തിലെ ഒരു സാധാരണ ലോഡ്ജിലായിരുന്നു. എപ്പോഴും സുഗന്ധം നിറഞ്ഞു നിന്നിരുന്ന തൻ്റെ വലിയ കിടപ്പുമുറിക്ക് പകരം
പായലിൻ്റെയും അഴുക്കുചാലുകളുടെയും രൂക്ഷഗന്ധമുള്ള ആ ചെറിയ മുറിയിൽ ആകാശിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എയർ കണ്ടീഷണറിന്റെ കുളിർമയിൽ ഉറങ്ങിയിരുന്ന അവന് ശബ്ദമുണ്ടാക്കി കറങ്ങുന്ന ആ പഴയ ഫാനിന് താഴെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവന്റെ പരീക്ഷണഘട്ടം തുടങ്ങുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവനിടാനുണ്ടായിരുന്നത് അച്ഛൻ കൊടുത്ത വില കുറഞ്ഞ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം പരുക്കൻ തുണി കൊണ്ടുള്ള ഷർട്ടും ലക്ഷങ്ങൾ വിലയുള്ള വാച്ചിന് പകരം പ്ലാസ്റ്റിക് സ്ട്രാപ്പുള്ള ഒരു ചെറിയ വാച്ചും. കണ്ണാടിയിൽ നോക്കുമ്പോൾ താൻ ഒരു പാപ്പരായതുപോലെ അവന് തോന്നി. തന്റെ ആഡംബര കാറുകൾക്ക് പകരം ആ പൊരിവെയിലത്ത് പൊടിപടലങ്ങൾക്കിടയിലൂടെ അവൻ ഓഫീസിലേക്ക് നടന്നു. വിയർപ്പൊലിച്ച് അവന്റെ വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. മുൻപ് കാറിന്റെ AC-യിൽ മാത്രം ഇരുന്ന് കണ്ടിരുന്ന ഈ ലോകം ഇന്ന് റോഡിന്റെ തിരക്കിനിടയിൽ നിന്ന് അവൻ നേരിട്ട് കാണുകയാണ്. ദാഹിച്ചപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥ. അങ്ങനെ അവൻ ആ വലിയ ഓഫീസിന് മുന്നിലെത്തി. ഈ ഓഫീസിന്റെ മുൻവാതിലിലൂടെ തലയുയർത്തിപ്പിടിച്ച് കടന്നു വരേണ്ടിയിരുന്ന ആകാശ് ഇന്ന് ആരും കാണാതെ പിൻവാതിലിലൂടെ അകത്തേക്ക് കയറി. ഓഫീസിലെ തിരക്കിനിടയിലൂടെ ആകാശ് നടന്നു നീങ്ങിയപ്പോൾ ഒരാൾ പോലും അവനെ ശ്രദ്ധിച്ചില്ല. എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ആകാശിന് അത് വിശ്വസിക്കാനായില്ല. താൻ അവിടെ ഒരു അദൃശ്യ രൂപിയെപ്പോലെ ആയിരിക്കുന്നു. ആഡംബരത്തിന്റെ തിളക്കമില്ലെങ്കിൽ താൻ ഒന്നുമല്ലെന്ന സത്യം അവനെ വല്ലാതെ കുത്തി നോവിച്ചു. പെട്ടെന്ന് ആ മുറിയുടെ മൂലയിലിരുന്നിരുന്ന പ്രായമായ ഒരു ക്ലീനർ അവനെ നോക്കി ചോദിച്ചു, "എന്താ മോനെ, പുതിയതായി വന്ന ക്ലീനിങ് സ്റ്റാഫാണോ? രാവിലെ അറിഞ്ഞിരുന്നോ പുതിയ ആൾ വരുമെന്ന്?" ആ ചോദ്യം കേട്ടപ്പോൾ ആകാശിന്റെ നെഞ്ചിലൊരു മിന്നൽ പിണർ പാഞ്ഞു. ആദ്യമായാണ് ഒരാൾ തന്നെ ആ സ്ഥാനത്ത് നിർത്തി അഭിസംബോധന ചെയ്യുന്നത്. അവൻ പതുക്കെ തലയാട്ടി. ആ വൃദ്ധൻ അവന് നേരെ ഒരു പഴയ ചൂലും അഴുക്കുവെള്ളം നിറഞ്ഞ ബക്കറ്റും നീട്ടി. ആ പഴയ ചൂല് കയ്യിലെടുത്തതും ആകാശിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അതിൻ്റെ വല്ലാത്തൊരു ഗന്ധവും അഴുക്കും അടിച്ചപ്പോൾ അവന് ശരിക്കും ഛർദ്ദിക്കാൻ വന്നു. എന്നും വില കൂടിയ പെർഫ്യൂമുകളുടെ ഗന്ധത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന അവന് ആ അന്തരീക്ഷം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ വായ പൊത്തിപ്പിടിച്ച് ഒരു നിമിഷം തളർന്നു നിന്നു. താൻ പരിഹസിച്ചിരുന്ന ഈ മനുഷ്യർ ഓരോ ദിവസവും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് അവൻ ആദ്യമായി നേരിട്ടറിഞ്ഞു. കണ്ണു നിറഞ്ഞെങ്കിലും അച്ഛന് നൽകിയ വാക്കോർത്ത് അവൻ ആ ചൂല് മുറുകെ പിടിച്ചു. തൻ്റെ ജീവിതത്തിലെ മാലിന്യങ്ങൾ തൂത്തുമാറ്റാനുള്ള ആദ്യത്തെ പടിയായി അവൻ ആ ജോലിയെ കണ്ടു തുടങ്ങി. ഓഫീസിലെ തിരക്കേറിയ വരാന്ത. ജീവനക്കാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. ആകാശ് വളരെ കഷ്ടപ്പെട്ട് തറ തുടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കുനിഞ്ഞു നിന്ന് ഒരു ജോലി ചെയ്തിട്ടില്ലാത്ത ആകാശിന് ആ ചൂല് ഉപയോഗിക്കുന്നത് പോലും വലിയ പ്രയാസമായിരുന്നു. നടുവേദനയും വിയർപ്പും അവനെ വല്ലാതെ തളർത്തി. ഇതിനിടയിലാണ് അവനെ തളർത്തുന്ന ആ ആദ്യത്തെ തിരിച്ചടി ഉണ്ടായത്. അവൻ തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു യുവ ജീവനക്കാരൻ കയ്യിലിരുന്ന കാപ്പി മനഃപൂർവ്വം തറയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അവനോടായി അലറി, "നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ പുതിയതാണോ? വന്നത് വൃത്തിയാക്ക്." ആജ്ഞാപിക്കുന്ന സ്വരം. ഒരു സോറി പോലും അയാൾ പറഞ്ഞില്ല. ആകാശ് ഓടിച്ചെന്ന് അത് തുടച്ചു മാറ്റി. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിലെ ചില്ലുവാതിൽ തള്ളി തുറന്ന് HR മാനേജർ മായ കടന്നു വരുമ്പോൾ തിരക്കേറിയ ആ ഫ്ലോറിൽ പെട്ടെന്നൊരു നിശബ്ദത പരന്നു. വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം അവർക്ക് മുൻപേ അവിടെ എത്തിയിരുന്നു. ഹൈഹീൽ ചെരുപ്പുകൾ തറയിൽ പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ജീവനക്കാരുടെ നെഞ്ചിടിപ്പ് കൂടുമായിരുന്നു. അധികാരത്തിന്റെ ഗർവ് അവരുടെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. ആരെയും നോക്കാതെ, ആർക്കും ഒരു പുഞ്ചിരി പോലും നൽകാതെ അവർ തന്റെ ക്യാബിനിലേക്ക് നടന്നു. ആ നടത്തത്തിൽ താൻ ഈ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണെന്ന അഹങ്കാരമുണ്ടായിരുന്നു. ഈ സമയം ആകാശ് ഇടനാഴിയിലെ തറ തുടയ്ക്കുകയായിരുന്നു. മായയുടെ വരവ് കണ്ട് അവൻ ഭിത്തിയോട് ചേർന്ന് ഒതുങ്ങി നിന്നു. എന്നാൽ മായയുടെ കണ്ണുകൾ അവനെ വെറുതെ വിട്ടില്ല. തറയിലൊരിടത്തൽപ്പം വെള്ളം നനഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. "ഏയ്" എന്ന മായയുടെ ശബ്ദം ഇടനാഴിയിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ ആകാശിനെ അടുത്തേക്ക് വിളിച്ചു. "എന്താടാ നിനക്ക്, കണ്ണ് കണ്ടുകൂടെ? എത്ര പ്രാവശ്യം പറയണം തറ ഉണങ്ങിയിട്ടേ ആളുകളെ കയറ്റാവൂ? എന്റെ ലക്ഷങ്ങൾ വിലയുള്ള ചെരുപ്പ് നശിപ്പിച്ചാൽ." ആകാശ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, "ക്ഷമിക്കണം മാഡം." "വായടയ്ക്കടാ," മായ അലറി. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോൾ അതുവഴി വന്ന ജൂനിയർ അക്കൗണ്ടന്റ് താര പേടിച്ചുകൊണ്ട് മായയുടെ അടുത്തേക്ക് വന്നു. "മാഡം, ആ ഫയലിൽ ഒപ്പിടാൻ." "ഇപ്പോൾ പറ്റില്ല. കാണുന്നില്ല ഞാനിവിടെ സംസാരിക്കുന്നത്? നിനക്കൊന്നും കോമൺ സെൻസ് ഇല്ലേ?" മായ താരയുടെ നേരെ തിരിഞ്ഞു. ആ പാവം പെൺകുട്ടി കരച്ചിലടക്കി തിരികെ പോയി. മായ വീണ്ടും ആകാശിന്റെ നേരെ തിരിഞ്ഞു. "ഇനിയെങ്ങാനും ഇവിടെ അഴുക്ക് കണ്ടാൽ അന്നത്തോടെ നിന്റെ പണി തീർന്നു, കേട്ടല്ലോ." മായ തന്റെ ക്യാബിനിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ആകാശ് ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിന്നു. ആ നിമിഷം അവന് മനസ്സിലായി, മായയുടെ ഭരണത്തിൽ താഴേക്കിടയിലുള്ള ജീവനക്കാർ നരയിക്കുകയാണ്. ശമ്പളം വെട്ടിക്കുറയ്ക്കൽ, അകാരണമായ പിരിച്ചുവിടൽ, മാനസിക പീഡനം. മായ ആ ഓഫീസിനെ ഒരു കോർപ്പറേറ്റ് തടവറയാക്കി മാറ്റിയിരുന്നു. ഇല്ല, ഇതിനൊരന്ത്യമുണ്ടാകണം.
അച്ഛന്റെ വിയർപ്പിൽ മുളച്ച ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു വിഷവൃക്ഷം വളരാൻ ഞാൻ അനുവദിക്കില്ല. ആകാശ് മനസ്സാ ഉറപ്പിച്ചു. ഉച്ചവെയിൽ ഓഫീസിന്റെ ചില്ലു ജനാലകളിലൂടെ അരിച്ചെത്തുന്നുണ്ടായിരുന്നു. മായയുടെ ശകാരം കേട്ട് മനസ്സ് മരവിച്ച ആകാശ് ഒരൊഴിഞ്ഞ കോണിലുള്ള സ്റ്റീൽ കസേരയിൽ വന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരുതരം ശൂന്യത അവന് തോന്നി. വയറ്റിൽ വിശപ്പിന്റെ ആളൽ ഉണ്ടായിരുന്നുവെങ്കിലും തൊണ്ടയിൽ സങ്കടം ഒരു ഗോളമായി തടഞ്ഞു നിന്നു. തന്റെ കയ്യിലുള്ള ചെറിയ ടിഫിൻ ബോക്സ് തുറക്കാൻ പോലും അവന് തോന്നിയില്ല. ലോഡ്ജിലെ അടുക്കളയിൽ നിന്ന് രാവിലെ കിട്ടിയ ഉപ്പുമാവായിരുന്നു അതിൽ. അപ്പോഴാണ് മോനെ എന്നൊരു വിളി കേട്ടത്. ആകാശ് ഞെട്ടി തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്നത് രവിയേട്ടനാണ്. നരച്ച താടിയുള്ള ആ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്യൂണായിട്ട് ജോലി നോക്കുകയാണ്. ആ പഴയ പ്യൂണിനെ എല്ലാവരും അവഗണിക്കുമ്പോഴും രവിയേട്ടന്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. നീ എന്താ കഴിക്കാത്തത്? രാവിലെ മാഡം വഴക്കു പറഞ്ഞത് ആലോചിച്ചിരിക്കുകയാണോ? രവിയേട്ടൻ സ്നേഹത്തോടെ ചോദിച്ചു. ആകാശ് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഏയ് ഒന്നുമില്ല ചേട്ടാ, എനിക്ക് വിശക്കുന്നില്ല. രവിയേട്ടൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ആ പാത്രം മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മോനെ, എനിക്കറിയാം നിന്റെ വിഷമം. പുതിയ ജോലിയാണ്, ചെറുപ്പമാണ്. ആരുടെയെങ്കിലും ശകാരം കേൾക്കുമ്പോൾ നെഞ്ചു പുകയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മോനെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. മായാമാടം അങ്ങനെയാ. നമ്മളെപ്പോലെയുള്ളവരുടെ കണ്ണുനീരിന് വലിയ വിലയൊന്നുമില്ലെന്ന അവരുടെ വിചാരം. പക്ഷേ ദൈവമെല്ലാം കാണുന്നുണ്ട്. രവിയേട്ടൻ പാത്രം തുറന്നു. അതിൽ നിന്ന് ആവി പറക്കുന്ന ചോറും മീൻചാറും കുറച്ച് അച്ചാറുമുണ്ട്. അതിൻ്റെ മണം ആകാശിന്റെ വിശപ്പിനെ ഉണർത്തി. കഴിക്കുമോനെ. രവിയേട്ടൻ പാത്രത്തിലെ പകുതി ചോറ് ആകാശിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. വിശന്നിരിക്കുമ്പോൾ സങ്കടം കൂടും. വയർ നിറഞ്ഞാൽ മനസ്സിന്റെ പാതി ഭാരം കുറയും. ആകാശ് മടിച്ചു. വേണ്ട ചേട്ടാ, ചേട്ടൻ കഴിച്ചോളൂ. ഞാൻ ഈ പ്രായത്തിൽ എത്ര എന്ന് കഴിക്കാനാ? നീ ഇത് കഴിക്ക്. എൻ്റെ മോൻ്റെ പ്രായമേ നിനക്കുള്ളൂ. അവൻ ഗൾഫിലാ. അവനെ കാണാത്തതിൻ്റെ സങ്കടം നിന്നെ കാണുമ്പോൾ എനിക്ക് മാറിക്കിട്ടും. ആകാശ് ആ ചോറ് വാരി കഴിച്ചു. അത് നാവിൽ വെച്ച ആ നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. താൻ ദിവസവും കഴിച്ചിരുന്ന 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരു രുചി. അമ്മ ഉണ്ടാക്കിത്തരുന്ന ചോറിൻ്റെ രുചി. അതിലുപരി മനുഷ്യപ്പറ്റിൻ്റെ രുചി. എങ്ങനെയുണ്ട്? രവിയേട്ടൻ ചോദിച്ചു. നല്ല രുചിയുണ്ട് ചേട്ടാ. ഒരുപാട് നാളായി ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ട്, ആകാശ് പറഞ്ഞു. അത് വെറുമൊരു വാക്കായിരുന്നില്ല, ഹൃദയത്തിൽ നിന്നുള്ള സത്യമായിരുന്നു. രവിയേട്ടൻ ചിരിച്ചു. മോനെ, ക്ഷമയാണ് നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ. ഈ വലിയ കെട്ടിടത്തിൽ നമ്മൾ ചെറിയ മനുഷ്യരായിരിക്കാം. പക്ഷേ നമ്മുടെ ജോലി നമ്മൾ വൃത്തിയായി ചെയ്താൽ മതി. ആത്മാർത്ഥതയുള്ളവരെ ദൈവം കൈവിടില്ല. മായാ മാഡത്തിന്റെ അഹങ്കാരം കണ്ട് നീ തളരരുത്. കാലം മാറും. ദൈവം വലിയവനാണ്. ആ വാക്കുകൾ ആകാശിന്റെ ഉള്ളിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. കോടികളിട്ട് ആർഭാട ജീവിതം നയിച്ച തനിക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു തന്നത് ഈ പാവം മനുഷ്യനാണ്. പണത്തേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന സത്യം. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആകാശ് രവിയേട്ടന്റെ കൈകളിൽ പിടിച്ചു. ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനെന്താടാ, നീ എൻ്റെ കൂടപ്പിറപ്പല്ലേ? രവിയേട്ടൻ അവന്റെ തോളിൽ തട്ടി. അന്ന് രാത്രി ലോഡ്ജിലേക്ക് മടങ്ങുമ്പോൾ ആകാശിന്റെ മനസ്സിൽ രവിയേട്ടന്റെ മുഖമായിരുന്നു. ഈ മനുഷ്യനെ പോലെയുള്ള നിഷ്കളങ്കരായ അധ്വാനിക്കുന്ന വർഗമാണ് തൻ്റെ കമ്പനിയുടെ യഥാർത്ഥ ശക്തി. അവരെ സംരക്ഷിക്കണം. അങ്ങനെ ആഴ്ചകൾ സമാധാനപരമായി കടന്നുപോയി. എന്നാൽ ആ സമാധാനം ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത മാത്രമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് പതിവിലും തിരക്കിലാണ്. പെട്ടെന്നാണ് അക്കൗണ്ടന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു നിലവിളി ഉയർന്നത്. എൻ്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. അക്കൗണ്ടന്റ് താര പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ക്യാഷ് ബോക്സ് തുറന്നു കിടക്കുന്നു. എന്താ പ്രശ്നം? മായ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്നു. മാഡം, ക്യാഷിൽ നിന്നും 50,000 രൂപ കാണുന്നില്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ എണ്ണി വെച്ചതാണ്. ലോക്കർ പൂട്ടിയിരുന്നില്ലെന്ന് സംശയമാണ്. താര കരച്ചിലായി. മായയുടെ കണ്ണുകൾ വിടർന്നു. എന്ത്? 50,000 രൂപയോ? ഇവിടെ ആരും പുറത്തുനിന്ന് വന്നിട്ടില്ലല്ലോ. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ. ആകാശ് ഇത് കേട്ട് വാതിലിനടുത്ത് നിന്നു. ഓഫീസിലെ അന്തരീക്ഷം ആകെ മാറി. സംശയത്തിന്റെ നിഴൽ ഓരോ മുഖത്തും വീണു. ഇന്നലെ വൈകുന്നേരം ഓഫീസ് അടയ്ക്കുമ്പോൾ അവസാനമായി ആരാണ് ഈ മുറിയിലുണ്ടായിരുന്നത്? മായ ഗർജിച്ചു. ഞാൻ ഇറങ്ങുമ്പോൾ രവിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ നിമിഷം മായയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. അവർ നേരെ രവിയേട്ടന്റെ അടുത്തേക്ക് പാഞ്ഞു. അദ്ദേഹം ഇതൊന്നും അറിയാതെ ഒരു മൂലയിൽ ഫയലുകൾ അടുക്കി വെക്കുകയായിരുന്നു. ഇങ്ങോട്ട് തിരിയടാ കിളവാ. മായ അദ്ദേഹത്തിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു. എന്താ മാഡം? എന്താണെന്നോ? നിനക്കറിയില്ലേ? നീ ഇന്നലെ മോഷ്ടിച്ച 50,000 രൂപ എവിടെ? അത് പെട്ടെന്നെടുക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. രവിയേട്ടൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാനൊന്നും എടുത്തിട്ടില്ല മാഡം. ഞാൻ ഫയലുകളൊക്കെ അടുക്കി വെച്ച് മുറി പൂട്ടി ഇറങ്ങിയതേ ഉള്ളൂ. നിന്റെയൊക്കെ കള്ള സത്യം എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ മകൾക്ക് ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് വായ്പ ചോദിച്ചത്?
കമ്പനി നിയമപ്രകാരം തരില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ ദേഷ്യത്തിന് നീ മോഷ്ടിച്ചതല്ലേ? മായ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലറി. ഓഫീസിലെ 100ഓളം ജോലിക്കാർക്ക് മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ രവിയേട്ടൻ തളർന്നുപോയി. അദ്ദേഹം കൈകൂപ്പി കരഞ്ഞു. മാഡം, എൻ്റെ മോളേക്കാൾ വലുതാണ് എനിക്ക് ഈ സ്ഥാപനം. മേനോൻ സാർ തന്ന ജോലിയാണിത്. ഇന്ന് വരെ ഒരു നയാ പൈസ ഞാൻ തൊട്ടിട്ടില്ല. എന്നെ കള്ളനാക്കല്ലേ. നിർത്തടാ നിന്റെ നാടകം. ഇതുപോലെയുള്ള കൂലിപ്പണിക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദാരിദ്ര്യം വന്നാൽ എന്തും ചെയ്യും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആകാശിനിത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ മുന്നോട്ടാഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവൻ അവിടെ നിന്നു. ഇപ്പോൾ ഇടപെട്ടാൽ തൻ്റെ വേഷം മാറും. സത്യം പുറത്തു വരില്ല. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അവൻ പല്ലുകൾ ഞെരിച്ചു. രാജേഷ്, പോലീസിനെ വിളിക്ക്. ഇവനെ ഇവിടെ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകണം. ജയിലിൽ കിടന്ന് ചിതലരിക്കട്ടെ. മായ സെക്യൂരിറ്റിയോട് ആജ്ഞാപിച്ചു. വേണ്ട മാഡം, എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ നിരപരാധിയാണ്. രവിയേട്ടൻ നിലവിളിച്ചു. ആ കരച്ചിൽ കണ്ടിട്ടും ആർക്കും ഒന്നും മിണ്ടാൻ ധൈര്യമുണ്ടായിരുന്നില്ല. മായ എന്ന അധികാരശക്തിക്ക് മുന്നിൽ എല്ലാവരും ഭീരുക്കളായിരുന്നു. ആകാശ് മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞു മാറി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമായിരുന്നില്ല. പകരം ഒരു വേട്ടക്കാരൻ്റെ ഏകാഗ്രതയായിരുന്നു. അച്ഛൻ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യത്വത്തിൽ ഈ വിഷത്തെ പിഴുതെറിയാൻ സമയമായിരിക്കുന്നു. രവിയേട്ടൻ, കരയണ്ട. നിങ്ങളുടെ കണ്ണുനീരിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. ആകാശ് മനസ്സിൽ പറഞ്ഞു. ഓഫീസിലെ ബഹളങ്ങൾക്കിടയിൽ നിന്ന് ആകാശ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. എല്ലാവരുടെയും ശ്രദ്ധ രവിയേട്ടനിലും ആക്രോശിക്കുന്ന മായയിലുമായിരുന്നു. ആകാശ് വേഗത്തിൽ നടന്നത് IT സെർവർ റൂമിന് സമീപത്തുള്ള വിജനമായ ഇടനാഴിയിലേക്കാണ്. അവിടെ CCTV ക്യാമറകളുടെ ബ്ലൈൻഡ് സ്പോട്ട് എവിടെയാണെന്ന് അവന് കൃത്യമായി അറിയാം. തൻ്റെ കീറിയ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ ആരും കാണാതെ തൻ്റെ വില കൂടിയ സ്മാർട്ട് ഫോൺ പുറത്തെടുത്തു. വിരലുകൾ സ്ക്രീനിൽ മിന്നൽ വേഗത്തിൽ ചലിച്ചു. കമ്പനിയുടെ സുരക്ഷിതമായ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് അവന് മാത്രം അറിയാവുന്ന മാസ്റ്റർ അഡ്മിൻ പാസ്വേഡ് ഉപയോഗിച്ച് അവൻ ലോഗിൻ ചെയ്തു. അവൻ്റെ ഹൃദയമിടിപ്പുയർന്നു. രവിയേട്ടനെ രക്ഷിക്കണം. അതോടൊപ്പം ഈ അഴിമതിയുടെ വേരുകൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഫോണിൻ്റെ സ്ക്രീനിൽ ഇന്നലെ വൈകുന്നേരത്തെ ദൃശ്യങ്ങൾ തെളിഞ്ഞു. സമയം 6 മണി. ഓഫീസ് ഏകദേശം വിജനമാണ്. പെട്ടെന്ന് ക്യാഷ് റൂമിൻ്റെ വാതിൽ തുറക്കുന്നു. അവിടേക്ക് കടന്നു വന്ന ആളെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, മായയായിരുന്നു അത്. അവർ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. മേശവലിപ്പിൽ നിന്നും ഒരു താക്കോലെടുക്കുന്നു. ക്യാഷ് ബോക്സ് തുറന്നു വെച്ച് നോട്ടുകെട്ടുകൾ എണ്ണിപ്പോലും നോക്കാതെ വാരിയെടുത്ത് തൻ്റെ ബാഗിൽ തിരുകുന്നു. ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്ക് നടക്കുന്നു. ആകാശിൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇതാണോ നിന്റെ സത്യസന്ധത? ഒരു പാവം മനുഷ്യനെ കള്ളനാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അവൻ മന്ത്രിച്ചു. പക്ഷേ ആകാശ് അവിടെ നിർത്തിയില്ല. മായയുടെ അത്യാഗ്രഹം വെറും 50,000 രൂപയിൽ ഒതുങ്ങുന്നതല്ലെന്ന് അവന് തോന്നി. അവൻ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ഫയലുകളിലേക്കും ഡിജിറ്റലായി തിരഞ്ഞു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 3 മാസമായി വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ മായ തട്ടിയെടുത്തിരിക്കുന്നു. ഇല്ലാത്ത ജീവനക്കാരുടെ പേരിൽ ശമ്പളം എഴുതിയെടുക്കുന്നു. ക്യാൻറ്റീൻ കോൺട്രാക്റ്റിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്നു. അച്ഛൻ മായയെ വിശ്വസിച്ച് എല്ലാം അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയം മുതലെടുത്ത് കമ്പനിയെ ചിതൽ പോലെ അവൾ കാർന്നു തിന്നുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വിയർപ്പാണ് നീ മോഷ്ടിച്ചത്. അതിന് നിനക്ക് മാപ്പില്ല. ആകാശിൻ്റെ കണ്ണുകളിൽ തീ പടർന്നു. അവൻ എല്ലാ തെളിവുകളും, വീഡിയോ ദൃശ്യങ്ങളും, വ്യാജരേഖകളും, ബാങ്ക് ട്രാൻസ്ഫർ വിവരങ്ങളും തൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. അത് കോൺഫറൻസ് ഹാളിലെ പ്രൊജക്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്തു. ഫോൺ തിരികെ പോക്കറ്റിലിടുമ്പോൾ ആകാശിൻ്റെ മുഖത്ത് ഒരു ക്ലീനറുടെ ഭാവമായിരുന്നില്ല. പകരം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ആകാശ് മേനോൻ്റെ രൗദ്രഭാവമായിരുന്നു. അവൻ ഇടനാഴിയിൽ നിന്ന് തിരികെ നടന്നു. ഇനി കളികൾ മാറും. ഈ സമയം മായ രവിയേട്ടനെ പോലീസിനെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഹാളിലാകെ ബഹളം. പെട്ടെന്ന് എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് മുഴങ്ങി. അറ്റൻഷൻ പ്ലീസ്. കമ്പനിയിലെ എല്ലാ ജീവനക്കാരും എത്രയും പെട്ടെന്ന് കോൺഫറൻസ് ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക. കമ്പനി ചെയർമാൻ രാജശേഖര മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യും. ഹാളിലാകെ ഒരു നിശബ്ദത പടർന്നു. മാസങ്ങൾക്ക് ശേഷം ചെയർമാൻ വരുന്നുവെന്ന വാർത്ത മായയെ ഒന്ന് ഭയപ്പെടുത്തി. കോർണറിൽ നിന്നിരുന്ന ആ നീല യൂണിഫോം ധരിച്ച ക്ലീനർ മുന്നോട്ട് വന്നു. അവൻ കയ്യിലിരുന്ന ചൂല് താഴെയിട്ടു. അവൻ സ്റ്റേജിലേക്ക് കയറി മൈക്കിന് മുന്നിൽ നിന്നു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ അഹങ്കാരമല്ല, ഒരു തരം ശാന്തതയായിരുന്നു. എല്ലാവരും അതിശയത്തോടെ ആകാശിനെ നോക്കി. ഈ ക്ലീനർ എന്തിനാണ് സ്റ്റേജിൽ കയറി നിൽക്കുന്നത്? എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു തുടങ്ങി. ആ മോഷണം നടത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. മായയുടെ മുഖം പരിഭ്രമത്താൽ താഴ്ന്നു പോയിരുന്നു. മായ, എന്താണ് നിങ്ങൾ തലകുനിച്ചിരിക്കുന്നത്? മായയ്ക്കറിയാം അതാരാ ചെയ്തതെന്ന്. എല്ലാവരും മായയിലേക്ക് തിരിഞ്ഞു. എനിക്കറിയില്ല. ആകാശിൻ്റെ ഗാംഭീര്യമുള്ള സ്വരം അവിടെ ഉയർന്നു. മായ, നിങ്ങളാണ് ആ തെറ്റ് ചെയ്തത്. ഇന്നലെ ക്യാഷ് കൗണ്ടറിൽ കയറി ആ 50,000 രൂപ മോഷ്ടിച്ചത് നിങ്ങളാണ്. നിങ്ങൾ പണം മോഷ്ടിക്കുന്നതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്.
മായയ്ക്ക് ഇത് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ക്ലീനർ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ അവൾ അത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. എടാ ക്ലീനറെ, വലിയവർ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്കെന്താണ് അവിടെ കാര്യം? സെക്യൂരിറ്റി, ഇവനെ പിടിച്ച് പുറത്താക്കൂ. മായ അലറി. സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെടുത്തു. പക്ഷേ ആകാശ് അനങ്ങിയില്ല. അവൻ സാവധാനം തിരിഞ്ഞു. അവൻ്റെ മുഖത്ത് പതിവുള്ള ഭയമോ വിധേയത്വമോ ഉണ്ടായിരുന്നില്ല. പകരം ആ കണ്ണുകളിൽ കണ്ട തിളക്കം മായയെ ഒന്ന് ഭയപ്പെടുത്തി. സെക്യൂരിറ്റിക്കാർ അവനെ പിടിക്കാൻ ആഞ്ഞെടുത്തു. നിൽക്കൂ അവിടെ. ആ ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് നിന്നു. അത് മായയുടെയും ആകാശിൻ്റെയും ശബ്ദമായിരുന്നില്ല. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കി. അത് രാജശേഖര മേനോനായിരുന്നു. അവനെ തൊട്ടു പോകരുത്. ശാന്തനായിരുന്നുവെങ്കിലും ദൃഢമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാം. ഇവൻ എൻ്റെ മകൻ ആകാശ് രാജശേഖര മേനോൻ, ഈ കമ്പനിയുടെ വരാനിരിക്കുന്ന ഉടമ. ഹാളിലാകെ ഒരു നടുക്കം പടർന്നു. ജീവനക്കാർ അവിശ്വസനീയതയോടെ ആ ക്ലീനറെ നോക്കി. തങ്ങൾ ഇതുവരെ പുച്ഛിച്ചവൻ തങ്ങളുടെ മുതലാളിയാണെന്ന സത്യം അവരെ തളർത്തി. ആകാശ് അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. അതെ, ഞാൻ ആകാശ്. ലക്ഷങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച ഞാൻ ജീവിതം പഠിക്കാനാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ 1 മാസം ഞാൻ ഈ തറ തുടച്ചത് ഒരു ക്ലീനറായിട്ടാണ്. ആ പഴയ ലോഡ്ജിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴാണ് AC മുറിയിലെ ഉറക്കത്തേക്കാൾ വിലയുള്ളതാണ് അധ്വാനിച്ചവൻ്റെ ഉറക്കമെന്ന് ഞാൻ പഠിച്ചത്. മായ, നിങ്ങളെടുത്ത ആ 50,000 രൂപയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പണം മോഷ്ടിക്കുന്നതിൻ്റെയും നിങ്ങൾ ഇവിടെ നടത്തിയ എല്ലാ കള്ളത്തരങ്ങളുടെയും തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. ആകാശ് മായയുടെ നേരെ വീണ്ടും തിരിഞ്ഞു. മായ, നിങ്ങളുടെ അഴിമതിയുടെയും അഹങ്കാരത്തിൻ്റെയും കാലം കഴിഞ്ഞു. ഈ നിമിഷം മുതൽ നിങ്ങൾ പുറത്താണ്. പോലീസ് മായയെ കൊണ്ടുപോകുമ്പോൾ ആകാശ് ജീവനക്കാരെ നോക്കി പറഞ്ഞു, ഇന്നു മുതൽ നമ്മുടെ കമ്പനിയിൽ ക്ലീനറെന്നോ പ്യൂണെന്നോ മുതലാളിയെന്നോ വേർതിരിവില്ല. നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിനായി വിയർപ്പൊഴുക്കുന്ന ഒരു കുടുംബമാണ്. രവിയേട്ടനെ പോലെയുള്ള ഓരോ മനുഷ്യന്റെയും വിയർപ്പിലാണ് ഈ സാമ്രാജ്യം നിലനിൽക്കുന്നത്. ഇനി ആരും ഇവിടെ കരയില്ല. ഹാളിൽ ഇടിമുഴക്കം പോലെ കയ്യടികൾ ഉയർന്നു. ആകാശ് തന്റെ മുഷിഞ്ഞ യൂണിഫോമിലെ തൊപ്പി ഊരിമാറ്റി അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. ആകാശിന്റെ വാക്കുകൾ കേട്ട് ജീവനക്കാർ ആദരവോടെ അദ്ദേഹത്തെ നോക്കി നിന്നു. രാജശേഖര മേനോൻ തന്റെ മകന്റെ അരികിലേക്ക് നടന്നു ചെന്നു. ആഡംബര കാറുകളിലും പാതിരാ പാർട്ടികളിലും വഴിതെറ്റി നടന്നിരുന്ന, പണത്തിന്റെ ഹുങ്കിൽ ആരെയും വിലവെക്കാതിരുന്ന ആ പഴയ ആകാശിനെ രാജശേഖര മേനോൻ ഓർത്തു. ഇന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത് അതേ മകനാണ്. പക്ഷേ മുഷിഞ്ഞ യൂണിഫോമിനുള്ളിൽ ഇപ്പോൾ ഒരു കോടീശ്വരനല്ല, മറിച്ച് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്ന ഒരു മനുഷ്യനാണുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാജശേഖര മേനോൻ വിറയ്ക്കുന്ന കൈകളോടെ ആകാശിന്റെ തോളിൽ പിടിച്ചു. ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വിജയം പോലും നേടിയപ്പോൾ ഉണ്ടാകാത്ത ഒരു സംതൃപ്തി ആ അച്ഛൻ്റെ മുഖത്ത് തെളിഞ്ഞു. അദ്ദേഹം ഗദ്ഗതത്തോടെ പറഞ്ഞു, ആകാശ്, ഈ കമ്പനിയും സ്വത്തുക്കളും എന്നെങ്കിലും നിനക്ക് അവകാശപ്പെട്ടതാകുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എൻ്റെ മകൻ നന്മയുടെ വഴിയിലേക്ക് തിരികെ വരുമെന്ന് ഉറപ്പിക്കാനാണ് ഞാൻ നിന്നെ ഈ തണുത്ത ലോഡ്ജിലേക്കും ഈ വരാന്തയിലേക്കും അയച്ചത്. ഇന്ന് ഈ യൂണിഫോമിൽ നീ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ നേടിയ ആസ്തിയേക്കാൾ നിന്റെ ഉള്ളിലുണ്ടായ ഈ മാറ്റമാണ് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി. നീ ജയിച്ചിരിക്കുന്നു മോനെ. അച്ഛൻ്റെ മകനായി നീ ജയിച്ചിരിക്കുന്നു. ആകാശ് അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആ ഹാളിൽ കൂടിയിരുന്നവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. രവിയേട്ടൻ നിറഞ്ഞ ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു. അധികാരത്തിന്റെ ഗർവല്ല, സ്നേഹത്തിന്റെ കരുത്താണ് ഒരു മനുഷ്യനെ വലിയവനാക്കുന്നതെന്ന് ആ പഴയ പ്യൂണിന്റെ പുതുച്ചോറും ആ 1 മാസത്തെ കഷ്ടപ്പാടും അവനെ പഠിപ്പിച്ചു. ആകാശത്ത് സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ യുഗം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു.